നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭകഥ പുറത്തേക്ക് വന്നതോടുകൂടി ഇരിക്കപ്പുറത്തി നഷ്ടപ്പെട്ട ഒരു CPM നേതാവുണ്ട്. വേറെ ആരുമല്ല, കൊല്ലത്തെ MLA മുകേഷ്. രാഹുൽ മാങ്കൂട്ടം കാരണം മുകേഷിന് ഇപ്പോൾ തല പുറത്തു കാണിക്കാൻ കഴിയാത്ത ഗതികേടാണ് വന്നിരിക്കുന്നത്. രാഹുലെ മോനെ, അന്തസ് വേണമെടാ, അന്തസ്, നീ പോയി ഒന്ന് കീഴടങ്ങൂ എന്നാണ് മുകേഷ് ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്നുമല്ല, രാഹുൽ വിഷയം ഉയർത്തിക്കാട്ടി രാഹുൽ രാജിവെക്കണമെന്ന് CPMന്റെ നേതാക്കൾ ഇരുള് വെളുക്കുവോളം പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് CPMകാർക്ക് കിട്ടുന്ന ഒരേ ഒരു മറുപടിയുണ്ട്: നിങ്ങളുടെ കൊല്ലത്തെ MLA ആ കാട്ടുകോഴിയെ ആദ്യം രാജിവെപ്പിക്ക്, എന്നിട്ടാകാം രാഹുലിനെ രാജിവെപ്പിക്കുന്നതെന്ന്. കോഴിയിൽ നിന്ന് കാട്ടുകോഴി എന്ന പദവിയിലേക്ക് മുകേഷ് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. പിന്നെ എങ്ങനെ മുകേഷ് MLA കരയാതിരിക്കും? അല്ലെങ്കിൽ തന്നെ മുകേഷിനെതിരായ കേസ് ഒന്ന് വിവാദങ്ങൾ കെട്ടടങ്ങി വീണ്ടും ഒന്ന് സജീവമാകുകയായിരുന്നു മണ്ഡലത്തിലെല്ലാം മുകേഷ്. അപ്പോൾ ദാണ്ട കിടക്കുന്നു വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ കാരണം എയറിലേക്ക് മുകേഷ്. അല്ലെങ്കിൽ മുകേഷ് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. രാഹുലിന്റെ വിവാദം പൊട്ടിപ്പുറപ്പെട്ടു വന്നപ്പോൾ നിയമസഭയിൽ പോലും തലകുനിച്ചിരിക്കേണ്ട ഗതികേടിലായിരുന്നു മുകേഷ് ഉണ്ടായിരുന്നത്. രാഹുൽ വിഷയം നിയമസഭയിൽ ചർച്ചയാകരുതേ എന്ന് ഗണപതി അമ്പലത്തിൽ പോയി തേങ്ങ അടിച്ചിട്ട് വരെ ഉണ്ടാകും മുകേഷ്. കാരണം എവിടെയെങ്കിലും രാഹുലിന്റെ ഗർഭകഥ ഒന്ന് ചർച്ചയായാൽ അവിടെയെല്ലാം മറുപടി കിട്ടാൻ പോകുന്നത് മുകേഷിന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മുകേഷ് ഓൺ എയർ ആണ്. വല്ലാത്തൊരവസ്ഥയാണ്. ഒന്ന് നോക്കണേ, ഒരു CPM നേതാവിന്റെ ഒരു ഗതികേട്. കൊല്ലത്തെ കോഴിക്കൂട് അടച്ചിട്ട് പറ കമ്മികളെ, ആ കാട്ടുകോഴിക്ക് തീറ്റ കൊടുത്തോ അല്ലെങ്കിൽ സഖാത്തികളെ കൊത്തിപ്പറിക്കും തുടങ്ങി മുകേഷിനെ ട്രോളി കൊല്ലുകയാണ് സോഷ്യൽ മീഡിയയിൽ. ഇത് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഷാഫി പറമ്പിലിന്റെയും ഒക്കെ സൈബർ ഗ്രൂപ്പുകളും സ്ഥിരം വേട്ടമൃഗമാക്കിയിരിക്കുന്നത് മുകേഷ് MLA ആണ്. മുകേഷ് തന്നെ കരഞ്ഞു നിലവിളിക്കുകയാണ്: ഈ CPMൽ വേറെ പീഡകന്മാരാരുമില്ലേ, ഞാൻ മാത്രമേ ഉള്ളോ, എൻ്റെ പേര് മാത്രം എടുത്തിട്ട് പറയാനെന്ന്. P ശശിയുണ്ട്, PK ശശിയുണ്ട്, വൈശാഖനുണ്ട് തുടങ്ങി നീണ്ട ലിസ്റ്റാണ്. പക്ഷേ എൻ്റെ പേര് മാത്രമേ കേൾക്കാനുള്ളൂ. സ്വപ്ന വിഷയവുമായി ബന്ധപ്പെട്ട ആരുടെയെല്ലാം പേരുകൾ പുറത്തേക്ക് വന്നു. കടകംപള്ളി സുരേന്ദ്രൻ, ശ്രീരാമകൃഷ്ണൻ, തോമസ് ഐസക്ക്, അങ്ങനെ എത്രയെത്ര പേരുകൾ. ഇതൊന്നും പോരാതെ ഗണേശൻ എന്നൊരു മന്ത്രിയുമുണ്ട്. ഇവർക്കാർക്കും ഒരു പ്രശ്നവുമില്ല, ശശീന്ദ്രന് പോലും പ്രശ്നമില്ല. പക്ഷേ രാഹുലിന്റെ ഗർഭക്കേസിൽ എപ്പോഴും എയറിൽ പോകുന്നത് മുകേഷ് MLA മാത്രമാണ്. അങ്ങനെ മുകേഷ് പറയുകയാണ്: ഞാൻ മാത്രമല്ല CPMലുള്ള കോഴി, വേറെയും കോഴികളുണ്ട്, ഇനി അവരെ എടുത്ത് എയറിലാക്കൂ എന്ന്. വല്ലാത്തൊരു ഗതികേടാണ് മുകേഷിന്. ഇന്ന് K മുരളീധരൻ പ്രതികരിച്ച ഒരു കാര്യമുണ്ട്. അതായത് CPM MLA മുകേഷും രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയും ചെയ്ത പ്രവൃത്തി ഒന്ന് തന്നെയാണെന്നും മുകേഷ് പീഡിപ്പിച്ച സ്ത്രീക്കും മാനമുണ്ടെന്നും കോൺഗ്രസ് നേതാവ് K മുരളീധരൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞത്. വീണ്ടും മുകേഷ് എയറിൽ. എല്ലാ സ്ത്രീകൾക്കും മാനവും മര്യാദയും ഉണ്ട്. അതിനെതിരായിട്ട് ആരെങ്കിലും പ്രവർത്തിച്ചാൽ അത് ചോദ്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അതിനെയൊന്നും പാർട്ടി ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ അതിന്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ആരെങ്കിലും ശ്രമിച്ചാൽ പ്രതിരോധിക്കുമെന്നായിരുന്നു മുരളീധരൻ പ്രതികരിച്ചത്. സമാന കേസ് നേരിടുന്ന മുകേഷിന് പ്രത്യേകിച്ച് വലിയ മാന്യത വല്ലതുമുണ്ടോ? രണ്ടും ചെയ്ത പ്രവൃത്തി ഒന്ന് തന്നെയാണ്. സ്ത്രീകളുടെ നേരെ ആര് കളിച്ചാലും ശരിയല്ല. അത് മുകേഷ് ആണെങ്കിലും മാങ്കൂട്ടത്തിലാണെങ്കിലും. പാർട്ടിക്ക് ആ കാര്യത്തിൽ വ്യക്തമായ സ്റ്റാൻഡുണ്ട്. ഞങ്ങൾ ആദ്യം തന്നെ ആക്ഷൻ എടുത്തു. സ്വർണം കട്ട കള്ളന്മാരും മറ്റേ കള്ളന്മാരും എല്ലാം കൂടി വന്നിട്ട് ഞങ്ങളെ മര്യാദ പഠിപ്പിക്കാൻ വരണ്ട, അത്രയേ ഉള്ളൂ. ഇതായിരുന്നു മുരളീധരൻ പ്രതികരിച്ചത്. മുരളീധരൻ പറയുന്നതും ആദ്യം നിങ്ങൾ നിങ്ങളുടെ കോഴികളെ നിലയ്ക്ക് നിർത്തുക, എന്നിട്ട് ഞങ്ങൾ ഞങ്ങളുടെ കോഴികളെ നിലയ്ക്ക് നിർത്തിക്കൊള്ളാം എന്നൊക്കെയാണ്. K മുരളീധരനും പറയാൻ മുൻപിലുള്ള ഒരേ ഒരു ഉദാഹരണം മുകേഷ് മാത്രമായിരുന്നു. K മുരളീധരനും കൂടി എടുത്തിട്ട് കുടഞ്ഞതോടുകൂടി വീണ്ടും എയറിൽ കയറിയിരിക്കുകയാണ് മുകേഷ് MLA. മുകേഷിന് പ്രത്യേകിച്ച് വലിയ മാന്യത വല്ലതും ഉണ്ടോ എന്ന് K മുരളീധരൻ ചോദിക്കുമ്പോൾ മാന്യത പോയിട്ട് മാനവും നാണവും വരെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് മുകേഷ് MLAക്ക്. മുകേഷ് MLAക്ക് ഒന്ന് കരയാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും മുകേഷ് പ്രതികരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? നിയമസഭയിൽ ഒരക്ഷരം മിണ്ടാതെ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടുന്ന മുകേഷിനെ ആയിരുന്നു നമ്മൾ കഴിഞ്ഞിടയ്ക്ക് കണ്ടത്. അതിനുശേഷം ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം കെട്ടടങ്ങിയപ്പോൾ വീണ്ടും മുകേഷിന് ഒരാശ്വാസം കിട്ടിയതാണ്. പക്ഷേ അതിന് വലിയ ആയുസ് ഉണ്ടായില്ല. 3 മാസത്തിനിപ്പുറം വീണ്ടും രാഹുൽ കാരണം എയറിലാണ് മുകേഷ്. കൊല്ലത്ത് പാർട്ടിയുടെ സമ്മേളനം വെച്ചപ്പോൾ പോലും മുകേഷിനെ ആദ്യമൊന്നും പാർട്ടി വേദികളിൽ പോലും അടുപ്പിച്ചില്ല. കാരണം സഖാത്തികൾ ഉള്ളതുകൊണ്ട് MLA മാറ്റി നിർത്തുകയായിരുന്നു എന്നാണ് ചില ട്രോളുകൾ അന്നേ വന്നത്. പിന്നീട് ഇങ്ങനെ ഒരു വിവാദം വന്നപ്പോൾ, അതായത് ഇങ്ങനെ ഒരു ട്രോൾ കൂടി വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ മുകേഷ് MLAയെ കൊല്ലത്തെ പാർട്ടി വേദിയിൽ എത്തിക്കുകയായിരുന്നു.
അങ്ങനെ മുകേഷിന്റെ കാര്യത്തിൽ ഇപ്പോൾ വീണ്ടും ഒരു തീരുമാനമായിരിക്കുകയാണ്. മുകേഷിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ CPM കാണിക്കുന്നത് എന്ത് ന്യായമാണ് എന്നുള്ള ചോദ്യമുണ്ട്. കാരണം മുകേഷിനെതിരെ ഒരു സ്ത്രീ പരാതിപ്പെട്ടിരുന്നു. അവരുടെ ക്രെഡിബിലിറ്റി പിന്നീട് നമ്മൾ കണ്ടതാണ് എന്തായാലും. പക്ഷേ മുകേഷിനെതിരെ പരാതി ഉണ്ടായിരുന്നു. മുകേഷിനെ ആ സമയത്തൊക്കെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു പാർട്ടി സ്വീകരിച്ചത്. എന്തിന് ഇവരുടെ വനിതാ നേതാക്കൾ പോലും മുകേഷിനെതിരെ ഒരു അക്ഷരം പ്രതികരിച്ചില്ല. മുകേഷിനെതിരെ ഗുരുതര ആരോപണങ്ങളായിരുന്നല്ലോ ആ സമയത്ത് വന്നത്. അപ്പോൾ PK ശ്രീമതി പറഞ്ഞൊരു കാര്യമുണ്ട്, ആരോപണം വന്നാൽ ഉടനെ അങ്ങ് രാജിവെക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല എന്ന്. ആ പറഞ്ഞവരാണ് ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നത്. ഇവരുടെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് ഒരു നിമിഷം പോലും ആ MLA കസേരയിൽ ഇരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് അർഹതയില്ല എന്നാണ്. ഈ പറയുന്ന കൂട്ടരുടെ മുകേഷ് MLA നിയമസഭയിൽ വരെ പോയിരിക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ഉളുപ്പും ഇവർക്ക് തോന്നുന്നില്ലേ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. എന്തായാലും രാഹുൽ വിഷയം എവിടെ ചർച്ചയായാലും അവിടെയെല്ലാം മുകേഷുമുണ്ട്. ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിച്ച് വീക്ഷണം മുഖപത്രം പ്രസംഗം എഴുതിയത് സംബന്ധിച്ച വലിയൊരു ചോദ്യം ഉയർന്നു നിൽപ്പുണ്ട്. ഇപ്പോൾ പാർട്ടി പത്രത്തിനു നേരെ വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ചു. മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പത്രത്തിനെതിരെ വലിയ വിമർശനം ഉന്നയിച്ചതിന് ശേഷം പത്രം നിലപാട് തിരുത്തിയിട്ടുണ്ട്. അതായത് പാർട്ടിയുടെ നിലപാടല്ല പത്രം പറഞ്ഞതെന്നും ഞങ്ങൾ പൊതുവായ ഒരു കാര്യം ചർച്ച ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ എന്നും ഇപ്പോൾ പത്രം വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.